എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ശ്ലോകം നോക്കാം. ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ചിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ചിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ആത്മനി ഈശ്വരേ ദൃഷ്ടേ ഹൃദയഗ്രന്ഥിഃ ഭിദ്യതേ സർവസംശയാഃ ഛിദ്യന്തേ അസ്യ കർമാണി ക്ഷീയന്തേ. ഒന്നുകൂടി അന്വയം നോക്കാം. ആത്മനി ഈശ്വരേ ദൃഷ്ടേ ഹൃദയഗ്രന്ഥിഃ ഭിദ്യതേ സർവസംശയാഃ ഛിദ്യന്തേ അസ്യ കർമാണി ക്ഷീയന്തേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥിഃ ഛിദ്യന്തേ സർവ സംശയാഃ ക്ഷീയന്തേ ച അസ്യ കർമാണി ദൃഷ്ടേ ഏവ ആത്മനി ഈശ്വരേ. ഒന്നുകൂടി പദം നോക്കാം. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥിഃ ഛിദ്യന്തേ സർവ സംശയാഃ ക്ഷീയന്തേ ച അസ്യ കർമാണി ദൃഷ്ടേ ഏവ ആത്മനി ഈശ്വരേ. ഇനി ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഭിദ്യതേ പൊട്ടിപ്പോകുന്നു. ഹൃദയഗ്രന്ഥിഃ ഹൃദയത്തിലെ കുരുക്ക്. എന്താണ് ആ കുരുക്ക്? അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവങ്ങൾ. ഇത്തരത്തിലുള്ള കുരുക്കുകൾ പൊട്ടിപ്പോകുന്നു. ഛിദ്യതേ മുറിഞ്ഞു പോകുന്നു. സർവസംശയാഃ എല്ലാ സംശയങ്ങളും ക്ഷീയന്തേ ക്ഷയിക്കുന്നു, ഇല്ലാതാകുന്നു. ച കൂടാതെ അസ്യ അവൻ്റെ കർമാണി കർമ്മങ്ങൾ ബന്ധനഫലങ്ങൾ, അതായത് പൂർവജന്മങ്ങൾ ചെയ്തതായിരിക്കുന്ന കർമ്മഫലങ്ങൾ ദൃഷ്ടേ ദർശിക്കുമ്പോൾ ഏവ തീർച്ചയായും ആത്മനി ആത്മാവിൽ ഈശ്വരേ ഈശ്വരനെ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ആത്മാവിൽ ഈശ്വരനെ ദർശിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഹൃദയത്തിലുള്ള വൈകാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഞാനെന്നുള്ള ഭാവം തുടങ്ങിയ ബോധങ്ങൾ, ആസക്തികൾ, അമിതമായിരിക്കുന്ന ആഗ്രഹങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാം പൊട്ടിപ്പോകുമെന്ന് പറയാണ്. ഈശ്വരനെ ദർശിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിൽ നിന്ന് ഇത്തരത്തിലുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുഴുകി ജീവിക്കുന്ന നമ്മൾക്കുണ്ടാവുന്ന ഈ ക്ലേശങ്ങളൊക്കെ എന്തുകൊണ്ടാണ്? ഈ ബന്ധനത്തിൽ പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ആ ബന്ധനങ്ങളെല്ലാം തന്നെ പൊട്ടിപ്പോകുമെന്ന് ഈ ശ്ലോകം നമ്മോട് പറയുകയാണ്. എപ്പോഴാണ് ഇല്ലാതെ ആവുക? ആ ഈശ്വരനെ ദർശിക്കുമ്പോൾ. അതുമാത്രമല്ല, നമ്മുടെ സംശയങ്ങൾ ഇല്ലേ, അനവധി സംശയങ്ങളാണ്. ഈശ്വരൻ ഉണ്ടോ? ഈശ്വരൻ ഇല്ലേ? എവിടെയാണ് ഈശ്വരൻ? അവിടെയാണോ ഈശ്വരൻ? ഇവിടെയാണോ ഈശ്വരൻ? ഇതാണോ ശരി? അതാണോ തെറ്റ്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെ തുടങ്ങി 100,000 സംശയങ്ങൾ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സംശയങ്ങൾ വരുന്നത്? നമുക്ക് ഈശ്വരനെ ദർശിക്കാനും അറിയാനും സാധിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആ ഈശ്വരനെ ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും ഇല്ലാതാകുമെന്ന് ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ജീവിത ലക്ഷ്യം എന്ത് എന്ന സംശയങ്ങൾ, നമ്മൾക്കൊരു ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകും. കർമ്മബന്ധനങ്ങൾ ഇല്ലാതെയാകും അല്ലേ? നമ്മൾ പലതരത്തിലുള്ള കർമ്മബന്ധനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പലതും ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കും. ഇത് കേവലം ഒരു സിദ്ധാന്തമല്ല, ദർശനത്തിൻ്റെ ഫലമാണ്. ഭാഗവതം പറയുന്നു, ഭക്തി, ജ്ഞാനം, ദർശനം, മോക്ഷം. ഇതാണ് ഭാഗവതത്തിൻ്റെ ആത്മീയമായിരിക്കുന്ന പാത എന്ന് ഭാഗവതം നമ്മളോടായിട്ട് പറയുന്നു. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.